41-ാം വയസ്സിൽ ജാതകത്തിലെ പ്രശ്നങ്ങൾ തീർത്ത് വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന ബാലയുടെ വാക്ക് വിശ്വസിച്ച് ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു എലിസബത്ത് ഉദയൻ എന്ന പാവം പെൺകുട്ടി. ഒടുക്കം കറിവേപ്പില പോലെ അവളെ വലിച്ചെറിഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് പോയ ബാല എലിസബത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്കിടയിലും കോകിലയ്ക്കൊപ്പമുള്ള ജീവിതം ആസ്വദിക്കുകയാണ്. ഇപ്പോഴിതാ കോകിലയുടെ സ്വന്തം വീട്ടിലെത്തിയതിന്റെ വീഡിയോയാണ് ബാല പങ്കുവച്ചിരിക്കുന്നത്. ചെന്നൈയിലെത്തി സ്വന്തം വീടും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച ബാല ഇപ്പോൾ ഭാര്യ കോകിലയുടെ കുടുംബത്തോടൊപ്പമാണ് താമസിക്കുന്നത്. ആദ്യമായാണ് കോകിലയുടെ കുടുംബാംഗങ്ങൾ ബാലയുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നതും. ബാലയുടെയും കോകിലയുടെയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ജീവിതത്തിനായി കോകിലയുടെ അമ്മ അടുത്തിടെ തിരുപ്പതി ക്ഷേത്രത്തിൽ പോയി തല മുണ്ടനം ചെയ്തിരുന്നു. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായാണ് ബാല പുതിയ വീഡിയോ ചെയ്തത്. തിരുപ്പതിയിൽ പോയാണ് തല മൊട്ടയടിച്ചത്. മരുമകനും മകൾക്കും വേണ്ടിയായിരുന്നു അമ്മയുടെ ഈ നേർച്ച. ഒരുപാട് പേരുടെ കണ്ണ് ബാലയുടെയും കോകിലയുടെയും മേൽ പെടുന്നുണ്ട്. ഒരുപാട് അസൂയാലുക്കൾ ചുറ്റുമുണ്ട് എന്നുമാണ് കോകിലയുടെ അമ്മ തല മൊട്ടയടിക്കാനുള്ള കാരണമായി വെളിപ്പെടുത്തിയത്. കോകിലയുടെ 93 വയസ്സുള്ള മുത്തശ്ശിയെയും വീഡിയോയിൽ കാണാം. ഒരു നികൃഷ്ട ശക്തിയും തൊടില്ലെന്നും ആശീർവദിക്കുന്നതും ആ വീഡിയോയിൽ കാണാം. കൂടാതെ ബാലയ്ക്കും കോകിലയ്ക്കുമായി വാങ്ങിയ ചെറിയ സമ്മാനങ്ങളും അമ്മയും മുത്തശ്ശിയും ചേർന്ന് വീഡിയോയിൽ കൈമാറുന്നുണ്ട്. ബാലയ്ക്ക് വേണ്ടി മുരുകരുടെ മോതിരവും കോകിലയ്ക്ക് വേണ്ടി കല്ല് പതിപ്പിച്ച മൂക്കുത്തിയുമായിരുന്നു അമ്മയും മുത്തശ്ശിയും സമ്മാനമായി നൽകിയത്. തനിക്ക് ഇത്തരത്തിലൊരു സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ബാല പറയുന്നതും വീഡിയോയിലുണ്ട്. മുത്തശ്ശി തന്നെയാണ് കോകിലയെ മൂക്കുത്തി അണിയിച്ചതും. പലരും പലതും പറയും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ പാതയിലാണ്. ദൈവം മാത്രമേ നമുക്കുള്ളൂ എന്നാണ് ബാല തുടർന്നു പറഞ്ഞത്. ദീർഘസുമംഗലിയായി ഇരിക്കണം. മാപ്പിളை 110 വയസ്സുവരെ ജീവിക്കണം. അടുത്ത വർഷം നിങ്ങൾക്ക് ആൺകുഞ്ഞി പിറക്കുമെന്നാണ് ബാലയെയും കോകിലയെയും അനുഗ്രഹിച്ച് മുത്തശ്ശി പറഞ്ഞത്. മൂക്കുത്തി കൊടുക്കുക എന്നത് ഒരു ചടങ്ങായതുകൊണ്ടാണ് ഇവിടെ വന്നതെന്നും ബാല വീഡിയോയിൽ പറഞ്ഞു. ഇതുപോലെ നല്ല മനസ്സുള്ള ആളുകൾ ഒപ്പമുള്ളതിനാൽ ആരെന്ത് ചെയ്താലും അത് കൂടോത്രമായാലും ദൈവം മുകളിലുണ്ട്. 4 പേർക്ക് നന്മ ചെയ്തില്ലെങ്കിലും അടുത്തവരുടെ കുടുംബം നശിപ്പിക്കാൻ നമ്മൾ നിൽക്കരുത്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങോട്ട് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരുണ്ട്. നല്ലത് മാത്രം ചിന്തിക്കുക. എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ബാല വീഡിയോ അവസാനിപ്പിച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.